ലക്ഷദ്വീപിൽ കൽപ്പെട്ടി ഐലൻഡിൽ പോകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലാസ് ബോട്ടായിരിക്കും. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ബോട്ടുകൾ കൽപ്പെട്ടിനെ ലക്ഷ്യം വെച്ച് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ബീച്ചിനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. കുറേ വെറൈറ്റി ടൈപ്പ് ഓഫ് ഫിഷുകൾ, കടലാമ, ഇതൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അക്വേറിയത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ മീനുകളെയൊക്കെ കാണുന്നത് അതേപോലെ തന്നെ ലൈവായിട്ട് കടലിൻ്റെ അടിഭാഗത്തു നിന്ന് ഇതേപോലെ വെറൈറ്റി മീനുകളൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. കാഴ്ചകൾ കണ്ട് നമ്മൾ 2 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ കൽപ്പെട്ടി ഐലൻഡിൽ എത്തിയിരിക്കുവാണ്. ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐലൻഡ് തന്നെയാണ് കേട്ടോ. കൽപ്പെട്ടി ഐലൻഡ് എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപിൽ ജനവാസമില്ലാത്തതും ചതുപ്പ് നിലവും ചെറിയ രീതിക്ക് പച്ചപ്പും കടൽ കുക്കുമ്പയും ഉള്ള ഒരു ഐലൻഡ് തന്നെയാണ്. ഫോട്ടോ എല്ലാം എടുക്കാൻ പറ്റിയ കുറേ നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. സമയം ഒരു 6:30 അടുത്തിട്ടുണ്ടായിരുന്നു. കൽപ്പെട്ടി ഐലൻഡിനോട് ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളങ്ങനെ തിരിച്ചു വരുവാണ്. ഇന്ന് ഭയങ്കര നല്ലൊരു ദിവസം തന്നെയായിരുന്നു. എസ്പെഷ്യലി ഗ്ലാസ് ബോട്ടിൽ നമുക്ക് കുറേ നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അതിലും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് സ്കൂബ എക്സ്പീരിയൻസ് തന്നെയാണ്. ഭയങ്കര അടിപൊളി, ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ആളുകളുടെ ഹോസ്പിറ്റാലിറ്റി തന്നെയാണ്. അടുത്ത വീഡിയോയിൽ ഈ ട്രിപ്പിലെ അവസാന ദിവസത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും.